ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്സിം ഗോർക്കിയുടെ ഒരു കഥയാണ്. ഈ കഥയിൽ മോസ്കോയുടെ ഒരു വിദ്യാർത്ഥി മിസ്റ്റർ സ്റ്റുഡന്റ് തന്റെ അയൽക്കാരിയായ തെരേസ എന്ന പോളിഷ് സ്ത്രീയെക്കുറിച്ച് പറയുന്നതാണ് പ്രധാനമായി വരുന്നത്. തെരേസയുടെ പരിപരുത്ത രൂപവും ഉറച്ച ശബ്ദവും കാരണം വിദ്യാർത്ഥിക്ക് അവരെ ഭയമായിരുന്നു. കഴിയുന്നത്ര അവരെ ഒഴിവാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു ദിവസം തെരേസ തന്റെ പ്രിയപ്പെട്ടവനായ ബോലസിന് ഒരു കത്തെഴുതാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. തെരേസ സ്വയം ദുഃഖിതയായ കുഞ്ഞിരുപ്രാവ് എന്ന് വിശേഷിപ്പിച്ച് കത്ത് പറഞ്ഞുകൊടുക്കുന്നത് വിദ്യാർത്ഥിക്ക് തമാശയായി തോന്നി. രണ്ടാമതൊരിക്കൽ ബോലസിൽ നിന്ന് തെരേസായ്ക്ക് മറുപടി കത്തെഴുതാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് വിദ്യാർത്ഥിക്ക് സംശയം തോന്നുന്നത്. താൻ കള്ളം പറഞ്ഞതിന് ദേഷ്യപ്പെട്ട വിദ്യാർത്ഥിയോട് തെരേസ സത്യം വെളിപ്പെടുത്തി. ബോലസ് എന്നൊരാൾ യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. ലോകത്ത് ആരും തന്നോട് ദയയോ സ്നേഹമോ കാണിക്കാനില്ലാത്തതിനാൽ താൻ സ്വയം സൃഷ്ടിച്ച ഒരു സാങ്കൽപ്പിക കാമുകനാണ് ബോലസ്. കത്തുകൾ വായിക്കുമ്പോഴും അതിനുള്ള മറുപടികൾ കേൾക്കുമ്പോഴും ബോലസ് തന്റെ കൂടെയുണ്ടെന്ന് അവൾക്ക് തോന്നുമെന്നും അത് ജീവിതം എളുപ്പമാക്കുമെന്നും തെരേസ പറഞ്ഞു. തെരേസയുടെ ഏകാന്തതയും സ്നേഹത്തിനായുള്ള തീവ്രമായ ദാഹവും മനസ്സിലാക്കിയ വിദ്യാർത്ഥിക്ക് അവളോട് സഹതാപവും ലജ്ജയും തോന്നി. പിന്നീട് വിദ്യാർത്ഥി ആഴ്ചയിൽ 2 തവണ ബോലസിന് കത്തും ബോലസിൽ നിന്ന് തെരേസായ്ക്കുള്ള മറുപടി കത്തും എഴുതിക്കൊടുത്തു. ഈ കഥ മുൻധാരണകളില്ലാതെ മനുഷ്യരെ മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യവും സ്നേഹത്തിനും ബന്ധങ്ങൾക്കുമുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യകതയും എടുത്തുകാണിക്കുന്നു. ഇനി നമ്മുടെ പാഠഭാഗത്തിന്റെ അർത്ഥമൊന്ന് നോക്കാം. എനിക്കറിയാവുന്ന ഒരാൾ എന്നോടൊരിക്കൽ ഈ കഥ പറഞ്ഞു. ഞാൻ മോസ്കോയിൽ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തെരേസ എന്നു പേരുള്ള ഒരു പോളിഷ് സ്ത്രീയുടെ അടുത്താണ് താമസിച്ചിരുന്നത്. അവൾ ഉയരമുള്ളവളും കരുത്തുള്ളവളും കട്ടിയുള്ള കറുത്ത പുരികങ്ങളോടു കൂടിയവളും കറുത്ത തവിട്ട് നിറമുള്ള മുടിയുള്ളവളും വലിയ പരിപരുത്ത മുഖമുള്ളവളുമായിരുന്നു. അവളുടെ ഇരുണ്ട കണ്ണുകളിലെ തിളക്കവും കട്ടിയുള്ള താഴ്ന്ന ശബ്ദവും പേശീബലവും എന്നെ ഭയപ്പെടുത്തി. ഞാൻ മുകളിലത്തെ നിലയിലും അവളുടെ മുറി എന്റേതിന്റെ എതിർവശത്തുമായിരുന്നു. അവൾ വീട്ടിലുണ്ടെന്നറിയുമ്പോൾ ഞാൻ എന്റെ വാതിൽ തുറന്നിടാറേയില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ പോകാതിരിക്കാൻ എന്തെങ്കിലും ഒഴിവുകഴിവ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് കിട്ടയിൽ മലർന്നുകിടക്കുകയായിരുന്നു. അപ്പോൾ വാതിൽ തുറന്ന് തെരേസയുടെ താഴ്ന്ന ശബ്ദം മുഴങ്ങി. ആരോഗ്യം വരട്ടെ മിസ്റ്റർ സ്റ്റുഡന്റ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ ചോദിച്ചു. സാരേ, എനിക്കൊരു ഉപകാരം ചോദിക്കാനുണ്ട്, അത് തരുമോ? ഞാൻ നിശബ്ദനായി കിടന്നു. എനിക്കൊരു എഴുത്ത് നാട്ടിലേക്ക് അയക്കണം, അതാണ് കാര്യം, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം മൃദുവായി ഭയത്തോടെയുള്ളതായിരുന്നു. ഞാൻ ചാടി എഴുന്നേറ്റ് മേശയ്ക്കരികിലിരുന്ന് ഒരു കടലാസ് എടുത്തു പറഞ്ഞു. ഇവിടെ വാ, ഇരിക്ക്, പറഞ്ഞുകൊടുക്ക്. ആർക്കാണ് എഴുതേണ്ടത്? ബോലസ് കഷ്പുട്ടിന്, വാർസോ റോഡിലുള്ള ആ നഗരത്തിലേക്ക്. എന്റെ പ്രിയപ്പെട്ട ബോലസ്, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ വിശ്വസ്ത കാമുക, ദൈവം നിന്നെ കാക്കട്ടെ. സ്വർണഹൃദയമുള്ളവനെ, ദുഃഖിതയായ നിന്റെ കുഞ്ഞരിപ്രാവായ തെരേസായ്ക്ക് നീ എന്തുകൊണ്ടാണ് ഇത്രയും കാലം കത്തെഴുതാത്തത് എന്ന് പറഞ്ഞുകൊടുക്കുമ്പോൾ ഞാൻ ചിരിയടക്കാൻ പാടുപെട്ടു. ആരാണീ ബോലസ്? ഞാൻ ചോദിച്ചു. ബോലസ്, മിസ്റ്റർ സ്റ്റുഡന്റ്, അവൾ പറഞ്ഞു. അവൻ ബോലസാണ്, എന്റെ കാമുകൻ. ഓ, എന്തുകൊണ്ട് പാടില്ല? ഞാൻ പറഞ്ഞു. എല്ലാം സാധ്യമാണ്. അവൻ നിങ്ങളുടെ കാമുകനായിട്ട് 6 വർഷമായി. ഞാൻ എഴുതിക്കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് നന്ദി പറഞ്ഞു. 1-2 ആഴ്ചകൾ കടന്നുപോയി. ഒരു സന്ധ്യയ്ക്ക് തെരേസ വീണ്ടും വന്നു. സാരേ, എനിക്കൊരു കത്തുകൂടി എഴുതാൻ നിങ്ങളോട് ചോദിക്കാൻ വരികയായിരുന്നു. ഇത്തവണ അവന്റെ അടുത്തുനിന്നാണ്. എന്താ? ഇത്തവണ അവന്റെ അടുത്തുനിന്നാണോ എഴുതേണ്ടത്? നീ എന്നോട് നുണകൾ പറയുകയായിരുന്നു. ഇനി നീ എന്റെ ചുറ്റും കറങ്ങരുത്. എനിക്ക് നിന്റെ കൂട്ടുകാരനോ പരിചയക്കാരനോ നിന്റെ കാമുകനോ ആകാൻ ആഗ്രഹമില്ല. നിനക്ക് മനസ്സിലായോ? ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞു. പെട്ടെന്നവൾ വല്ലാതെ ഭയപ്പെട്ടു, പരിഭ്രാന്തയായി. അവൾ ഒരു വാക്കും പറയാനാവാതെ പുറത്തേക്ക് പോയി. എനിക്ക് മനസ്സിലൊരു തരത്തിലുള്ള അസ്വസ്ഥകരമായ തോന്നലോടെ ഞാൻ അവളുടെ മുറിയിൽ പ്രവേശിച്ചു. അവൾ മേശയ്ക്കരികിലിരുന്ന് കൈമുട്ടുകളിൽ തലവെച്ച് ചാരിയിരിക്കുകയായിരുന്നു. ഇവിടെ നോക്ക്, കാര്യമിതാണ്. ബോലസുമില്ല, തെരേസയുമില്ല. പക്ഷെ നിങ്ങൾക്കെന്താണ്? പേനയെടുത്ത് കടലാസിൽ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കടുപ്പമുള്ള കാര്യമാണോ?
ഇവിടെ ആരുമില്ല, ബോലസുമില്ല, തെരേസയുമില്ല, ഞാൻ മാത്രം. ബോലസില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അമ്പരന്നുപോയി. ഇല്ല, അതെ, അങ്ങനെയാണ്. അങ്ങനെയൊരാളില്ല. പക്ഷേ അയാൾ അവിടെ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലേ? അവിടെ കൈകൾ നീട്ടി. ഞാൻ അവനെഴുതുന്നു. അപ്പോൾ അയാൾ നിലവിലുണ്ടെന്ന് തോന്നുന്നു. അയാൾ എനിക്ക് മറുപടി എഴുതുന്നു. എന്നിട്ട് ഞാൻ അവന് വീണ്ടും എഴുതുന്നു. എന്റെ ജീവിതം എളുപ്പമാക്കുമെന്നും തെരേസ പറഞ്ഞു. അവസാനം എനിക്ക് മനസ്സിലായി, ലോകത്ത് ആരും ദയയോ സ്നേഹമോ കാണിക്കാനില്ലാത്ത ഒരു മനുഷ്യജീവി തനിക്ക് വേണ്ടി ഒരു സുഹൃത്തിനെ സൃഷ്ടിച്ചു. എന്റെ അബദ്ധത്തിൽ ഞാൻ ലജ്ജിച്ചു. അന്നുമുതൽ ആഴ്ചയിൽ 2 തവണ ഞാൻ ബോലസിനൊരു കത്തും ബോലസിൽ നിന്ന് തെരേസായ്ക്കുള്ള മറുപടി കത്തും എഴുതിക്കൊടുത്തു. അവൾ അത് ശ്രദ്ധിക്കുകയും വല്ലാതെ കരയുകയും ചെയ്യും. എന്റെ സേവനത്തിന് പ്രത്യുപകാരമായി അവൾ എന്റെ കീറിയ വസ്ത്രങ്ങൾ തുന്നിത്തന്നു. 3 മാസങ്ങൾക്കുശേഷം ചില കാരണങ്ങളാൽ അവളെ ജയിലിലടച്ചു. ഇപ്പോൾ അവൾ തീർച്ചയായും മരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. റഷ്യൻ എഴുത്തുകാരനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്ന മാക്സിം ഗോർക്കി. യഥാർത്ഥ പേര് അലക്സി മാക്സിമോവിച്ച് പെഷ്കോ. 1868 ജനിച്ച് 1936 അന്തരിച്ചു. തൊഴിലാളി വർഗത്തിന്റെ കഷ്ടപ്പാടുകളും സാമൂഹിക അനീതികളും ചിത്രീകരിക്കുന്ന കൃതികളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സോഷ്യലിസ്റ്റ് റിയലിസം എന്ന സാഹിത്യരീതിയുടെ വളർച്ചയിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ മദർ എന്ന നോവലും തന്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ആത്മകഥാപരമായ ത്രിഗ്രന്ഥവും ഉൾപ്പെടുന്നു.